അയ്യേ ശരി ഞാൻ എടുത്ത് ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇന്ന് August 18th ആണ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എത്ര 4 വർഷമായി. അതെ, ഒരുത്തിയാണ് രാവിലെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുവാണ്. അപ്പൊ ടൈം എത്രയായി നോക്കണ്ടേ? ടൈം എവിടെ ഉണ്ട്? 4:30. അപ്പൊ ഇന്ന് ആദ്യക്കുട്ടനെ ഞങ്ങൾ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവുക. അപ്പൊ എഴുത്തിനിരുത്തപ്പോ ഇന്നാണ് ഡേറ്റും വന്നത്. അപ്പൊ ഓഫും കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ അവനെ കൊണ്ട് എഴുത്തിനിരുത്താന്ന് വിചാരിച്ച്. കാരണം അവനിപ്പോ പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എഴുത്തിനിരുത്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് എവിടെയായിട്ട് പോണേ? മനു എവിടെയാ പോണേ? ദക്ഷിണ മൂകാംബിക പറവൂര്. അപ്പൊ അവിടെ പോവാണ്. അതിനുള്ള നേരത്തെ എണ്ണിച്ച് ചില പരിപാടി ഇന്ന് ഓഫായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ സുഗന്യെ വിളിച്ച്, അതായത് ഞങ്ങളുടെ എൻ്റെ മാനേജർ വിളിച്ചിട്ട് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുഗന്യ മറന്നുപോയി എൻ്റെ ലീവ് മാർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റഡ്. എന്താ പറയുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം എല്ലാവർക്കും പുതിയവരേക്ക് സ്വാഗതം. ആദ്യക്കുട്ടൻ എണ്ണിട്ടില്ല കേട്ടോ. ആദ്യക്കുട്ടനെ ഒരു 5 മണി 5:30 ആകുമ്പോൾ വിളിക്കാന്നുള്ള പരിപാടിയാണ്. ഞങ്ങളൊരു 6-6:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ള ഒരു പ്ലാനാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈകുന്നത് വെച്ചാൽ പനിയല്ല, തൊണ്ടയിലൊരു പ്രശ്നം വന്നാണ്. ഞങ്ങൾ ആദ്യക്കുട്ടനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവൻ്റെ ചുണ്ടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്, ചെറിയൊരു ഡ്രൈ ഒക്കെ ആവണം. അപ്പം എന്തെങ്കിലും ഒരു അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടേ ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കാണ്ടായി ചുണ്ട്. അപ്പോൾ ഒന്ന് കൊണ്ടു കാണിച്ചപ്പോൾ ടെസ്റ്റൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല, അവന് ഒരു പ്രശ്നമില്ല. അതെന്തോ ഡ്രൈ ആവണതിൻ്റെ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ജസ്റ്റ് പിള്ളേരെ ഏതെങ്കിലും ലിബാമോ ഇല്ലെങ്കിൽ കുറച്ച് ഗീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചാൽ എന്നാണ് പറഞ്ഞത്. അവിടെ പോയപ്പോഴേക്കും അവിടെ പ്രശ്നം. അവിടെ പോയപ്പോഴേക്കും പിള്ളേർക്ക് എല്ലാവർക്കും പനിയാണ്. അത്രയും ഇത് നമ്മുടെ ദേവിയിലെ ഹോസ്പിറ്റൽ, നമ്മുടെ വടക്കോട്ടേക്കുള്ള ദേവിയുടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം, നല്ല ഡോക്ടറൊക്കെയാണ്, പക്ഷെ അവിടെ എന്താ പറയുക, ഈ ഭയങ്കര കൺജസ്റ്റഡാണ്. പിള്ളേർക്ക് പീഡിയാട്രീഷ്യൻ്റെ ഭാഗത്ത് എല്ലാവരും വന്നിരിക്കും. വലിയവരും പിള്ളേർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ അവിടുത്തെ പ്രശ്നം. പിള്ളേർക്ക് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഈവൻ പിള്ളേർക്ക് വേണ്ടി തന്നെ പിള്ളേർക്ക് അസുഖം ഉണ്ടാവും. അതിനിടയിൽ മുതിർന്നവരും ബാക്കി എന്താ പറയുക, ഈ ഗൈനക്കോളജിസ്റ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ആയിട്ട് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ചെറിയൊരു നാരോ സ്പേസുമാണ്. അപ്പോൾ അതാണ് ദൈവത്തിലെ പ്രശ്നം. അപ്പോൾ അവിടെ നിന്നപ്പോഴേക്കും ആരെടുത്തുന്നോ വന്നതാണ്. പനിയല്ല, മനുവിനാണ് കിട്ടിയത്. പിന്നെ വാവക്കും ചെറിയൊരു തൊണ്ടക്കൊരു കിച്ച് വന്നു, എനിക്ക് വന്ന്, അമ്മക്ക് വന്നു. അപ്പോൾ 2 ദിവസം ഉള്ളത് മാറിയെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഈ വെഡിങ് ആനിവേഴ്സറി ടൈമിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല പറഞ്ഞു, കഴിഞ്ഞ വർഷവും അതെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വാവക്ക് ചെറിയൊരു തക്കാളിപ്പനി, അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തക്കാളിപ്പനി എന്ന് പറഞ്ഞിട്ട്. അത് ഇങ്ങനെ എന്താ പറയാ, ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള ഒരു പുതിയ മോഡേൺ പനികളൊക്കെയാണ്. അതുകൊണ്ട് നെഗൊക്കെ പോയിട്ട് അതൊന്ന് സെറ്റായി വരാണ്ട് കുറച്ച് ടൈം എടുത്ത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരാഴ്ച കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പനി കേട്ടാ. 2 പ്രാവശ്യം ഇപ്പൊ പിന്നെ ഇന്ന് ഈ പ്രാവശ്യത്ത് പിന്നെയും കുഴപ്പമില്ല. എനിക്കും മനുവിനും ചെറിയ തൊണ്ടൊക്കെ പ്രശ്നം. അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറി അവൻ്റെ തൊണ്ടയുടെ ഒരു കിച്ച്. അമ്മക്കും ഉണ്ട്, അവിടെ മമ്മിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം മനുവും ഞാനും കൂടെ ആയിട്ട് അങ്ങോട്ട് പോയിരുന്നു. അവർക്ക് നേരിടുന്നതിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാ. അപ്പൊ ഞങ്ങൾ റെഡിയാകും കേട്ടോ. പെണ്ണുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ ചെന്ന് പാടാണ്. 6 മണിക്ക് പ്ലാൻ ചെയ്ത് ഇപ്പൊ 6:15 കഴിഞ്ഞു. റെഡിയാവാൻ ഞാൻ 5 മിനിറ്റ് റെഡിയായി. പക്ഷെ ഇവര് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മാവനെ ടൈപ്പറിൽ എടുത്തേക്കുവാണ്. കാരണം അവനെ കാറിലൊക്കെ റെഡിയാന്ന് വിചാരിച്ച്. മനു മുടിയൊന്നും ആരും ഇരിട്ടില്ല കേട്ടോ, കാരണം ലേറ്റ് ആയി ഓൾറെഡി. ഈ സാരിയൊക്കെ കൊടുത്തു വരാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് കുറച്ച് സെറ്റപ്പ് ആവണം. കാറിൽ വെച്ച് ആവാന്ന് വിചാരിച്ച്. എനിക്ക് കുഴപ്പം, ഞാൻ വണ്ടി ഓടിക്കണം. കാരണം കൊണ്ട് ടെൻഷൻ എനിക്ക്. ഞങ്ങൾ ഇറങ്ങിയിട്ടാ വയറ്റിലായി. പാവതേ കിടക്കണം, ഉറങ്ങണില്ല. കള്ളാറ്റ് ഭയങ്കര കളിയായിരുന്നു. ഒരു വിധത്തിൽ ഉറക്കാനായിട്ട് കിടച്ച, കാരണം അവിടെ എത്തുമ്പോഴേക്കും ഇല്ലെങ്കിൽ അവൻ ഉറങ്ങി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഗ്രോസറി പാലോട്ട, ഈ പാലത്തിന്റെ ഓരോ പാലും ഇറങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഓരോരോ വമ്പം കുഴികളാണ്. ഇവിടെ കുഴപ്പമില്ല, സെക്കൻ പാലം ഇറങ്ങിയപ്പോഴേക്കും ബൈക്കുകാർ വന്ന ആൾക്കാർ സൂക്ഷിക്കണേ. സെക്കൻ പാലം ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. മനു അമ്മു ഞങ്ങൾ ഒരാ സ്ഥലത്ത് മാറിപ്പോയി. എന്ത് ചെയ്യാനാ, ഇവിടെ എന്റെ ചേച്ചിയുടെ വീട്. അങ്ങനെ ഉള്ളിലോട്ട് കയറി പോണം. അപ്പൊ ഞങ്ങൾ എത്താറായി ദക്ഷിണ മൂകാംബിക. അപ്പുറത്തൊക്കെ പാടും. ഇത്
പറവൂർ ഭാഗം ആയതുകൊണ്ടായിരിക്കും അല്ലേ പാടമൊക്കെ. നമ്മുടെ കേരളത്തില് എറണാകുളം മുഴുവൻ വെള്ളത്തിനുള്ളിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. മാപ്പ് നോക്കി മനസ്സിലാവും. ഇനി എത്ര നേരം കൂടി ഉണ്ട്? ഇനി 5 മിനിറ്റും കൂടി ഉണ്ട്. 2.6 കിലോമീറ്റേഴ്സ്. അതുകൂടെ നല്ല ഉറക്കോ. അതുകൂടെ ഇനി അവിടെ ചെല്ലുമ്പോ എണീപ്പിക്കണം, എന്നിട്ട് റെഡി ആക്കണം. അവന് ഉടുപ്പൊന്നും ഇടില്ലാന്ന് പറഞ്ഞൊരു വേളമായിരുന്നു. അവന് പോക്കറ്റുള്ള ഉടുപ്പ് വേണമെന്ന് ചില്ലറ ഇടാൻ വേണ്ടി. പക്ഷെ അവന്റെ ഉടുപ്പിൽ പോക്കറ്റ് ഇല്ല, അതുകൊണ്ട് അവൻ ഇട്ടില്ല. അപ്പൊ വി ആർ ഓൺലി ഓൺ ഡൈപ്പേഴ്സ്. ഞങ്ങൾ അങ്ങനെ ഫൈനലി എന്താ പറയാ എത്തി, ദക്ഷിണ മൂകാംബികയിലെത്തി. ഞങ്ങൾ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങട്ടെ. മമ്മിയൊക്കെ അവിടെ ഉണ്ടല്ലോ, മമ്മീനെയൊക്കെ കാണാം. പിന്നെ ഉഷാർ ഉഷാർ ഉറങ്ങി എണീറ്റ് ഒന്ന് ഫേസ് ഒന്ന് വെള്ളം തെളിച്ച കേട്ടാടി. അമ്പലം അമ്പലം മുണ്ടുപിടിപ്പിക്കാം. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവൻ എടുക്കണില്ല, എന്ത് പറയാനാ. ആനകളൊക്കെ ഉണ്ട് കേട്ടാ ഓരോരുത്തരായിട്ട്. ഇത് ഉണ്ടല്ലേ ചേച്ചി? എത്ര ചേച്ചി ടോട്ടല്? എല്ലാവരും ഓരോരോ സാധനം തട്ടൊക്കെ ഇട്ട്. തട്ട് വാവ എവിടെ? ആന്റി അത് വാവേ വാ ഇറങ്ങി, താഴത്തിറങ്ങി, താഴത്ത് മമ്മി സ്റ്റെപ്പ്. അവൻ ഇറക്കി ഇറക്കി നടത്തിക്കുന്നു. അത് ചാരലപ്പോട്ടെ, ഇട്ടില്ല. ഞാൻ പോക്കലിട്ടുള്ളായിരുന്നു. വെള്ളം നല്ല വെള്ളത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ, ഫുള്ള് വെള്ളം. വെള്ളത്താമര, വെള്ളത്തിന് ചുറ്റുമുള്ള ഒരു അമ്പലം. നല്ല രസമുണ്ട് കേട്ടോ, അതിലേക്ക്. നല്ല അമ്പലം കേട്ടോ, അതിലേക്ക്. നല്ല അറ്റ്മോസ്ഫിയർ. അതൊക്കെ ഭയങ്കര എൻജോയ്മെന്റ്. അത് എന്താ കാണിക്കണേ? ഞങ്ങളിങ്ങനെ നടന്ന് 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 പോവുകയാണ്. അയ്യോ അത് വീഴല്ലേ? ഓ ശരി. അത് കിട്ടടിക്കണോ? വാ ഇങ്ങോട്ട് വാ, ഇപ്പുറത്ത് വാ, ഇപ്പുറത്തേക്ക് വാ. തല തല മുട്ടു, ഇപ്പുറത്തേക്ക് വാ. ഇവിടെ അതുകൂടെ റെസ്റ്റ് എടുക്കും കേട്ടാ. ഞങ്ങളവനെ എന്താ മറ്റേ എഴുതിക്കണത്. അവളും ഉണ്ട് കാന്തക്കാരി. പയ്യനാക്കും മനെ പാവം മന്റെ പാവ.
മനു എഴുതണ വരെ വെക്കാം മനു വാവേ. അത് നിരത്ത് നിരത്ത് മതി. ആ സാറില്ല ഓട്ടോ ഓട്ടോ സാറില്ല. അപ്പുറത്തെ കൈ മാറ്റി ഈ കൈ മാറ്റി ഹരി 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 പി ഗ ഗ ന പ ഗുഡ് ബോയ്. ഇത് കൊണ്ടേ കൊണ്ടുപോവാം. മണിയോടെ വയ്ക്കാം. ചെറിയ വെച്ചിട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോവാം. ചൂണ്ടുകളില് ഇത് പിടിക്കുന്നേ ഇങ്ങനെ ഇങ്ങനെ എഴുത് ഇങ്ങനെ എഴുത്. അവൻ മണ്ണി വാരി കളിക്കാനാണോ? കളി പറഞ്ഞ് ഞാനിപ്പോ അതായി എങ്ങനെ മണ്ണ് വാരിക്കാം. പിന്നെ കളിക്കാൻ എഴുതിയിട്ട് മണ്ണ് വാരിക്കാം. ഞാൻ തന്നെ എഴുതേണ്ട ഒരു മോളെ ഓ ഓ ശരിയല്ല. ഓക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എഴുതാം. എന്നിട്ട് കളിക്കാം. എന്നിട്ട് കളിക്കാം. അതുകൂട്ട അമ്മോന്റെ ഒന്ന് എഴുതി കാണിച്ച്. ഒരു കുരുത്തൊക്കെയാണ് കൈയും കാലും കഴിക്കണണ്ട. മണ്ണ് മുഴുവനാക്കി വെച്ചിട്ട് ഇത് കാലിൽ നോക്കി ചാറില്ല. മണ്ണിക്കളിയാണ്. ഉടുപ്പിടിച്ച അറിയില്ല മമ്മി. ചേച്ചി ഈ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇന്ന് പൈസ ഇല്ലാതെ കൊച്ചിന് കൊടുക്കാൻ പറ്റത്. ഇന്ന് നിങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ ഓൾറെഡി. ഇത് എവിടെ പോണേ? ഉടുപ്പൊക്കെ ഇട്ട് എവിടെ കൂടെ പോണേ? ശരിയല്ലേ? കറക്റ്റ് മറ്റേ പൊളിറ്റീഷ്യൻസിന്റെ അതുപോലെ ഉണ്ട് കളറ്. പാമ്പ് ഇപ്പൊ ഉണ്ടായിരുന്നു നീർക്കോലി. പക്ഷെ ഒന്ന് പോയിട്ടാ എവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. ചേച്ചി കൊറേ കുഞ്ഞുങ്ങൾ കൊണ്ട് ചേച്ചില്ലേ. ഫോട്ടോ ഇവിടെ ഫോട്ടോ സെക്ഷൻ ആട്ടാ. അവിടെ ഫോട്ടോ അവിടെ പോസ് ചെയ്യണം. എടുത്തെടുത്ത് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പോസ് ചെയ്യിപ്പിക്കാം. എടാ എടാ മതിയുടെ മോഡല്ലേ വാ. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങും കേട്ടാ. വണ്ടി അവിടെ കിടപ്പുണ്ട്. മാമനൊക്കെ വന്ന ഈ വണ്ടിയിലാട്ടാ. മാമനൊക്കെ പുതിയ ബൈക്ക് എടുത്ത്. ബൈക്കല്ല സ്കൂട്ട്. ഇത് എന്താ പറയാ ബൈക്ക് തന്നെ ഹണ്ടർ. അയ്യേ ശരി ഞാൻ എടുത്ത് എന്താ കുടുംബണി മണികൾ അങ്ങനെ ഒന്നുമല്ലോ. അങ്ങനെ ഒരു പേര് പറയല്ലേ. ആ കുടുംബിനികൾ അത് തന്നെ കൊള്ളാലോ. വാവേ ഒറ്റക്കല്ലേ വാ.
ഞാൻ പോയപ്പോ നല്ല മഴ കേട്ടാ, നോക്കിക്കേ അടിപൊളി മഴ. ഓ കാറ്റ് കാറ്റേ, എവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. മാറിക്കോ. മഴ ആദ്യം അവര് ബൈക്കിലേക്ക് ഇരിക്കുക. നല്ല മഴ. ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാം. വക്കമോ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകട്ടോ. ഞങ്ങളുടെ ഭാര്യയും ഭക്തിയുടെയും ഫോട്ടോ ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ടൈം. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടാ. അത് ആറാട്ടുപുര എന്താണ്? ആ ഊട്ടുപുര. അത് ഞങ്ങളെല്ലാം മസാല ദോശ കഴിക്കാൻ. നമ്മളെല്ലാവരും വീട്ടിലെത്തിയേട്ടാ. ഞങ്ങള് ഇടയ്ക്ക് കേക്കൊക്കെ വാങ്ങാൻ പോയി. അതിൻ്റെ ഒരു ബിസി ആയിപ്പോയി. അന്ന് എപ്പോൾ ഇറങ്ങിയതാ? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. ടൈം നോക്കിയേ. ദേ, ഓ ഇവിടെ എല്ലാം വൃത്തിയായിട്ട് ഇരിക്കുവാണ്. ക്ലീൻ ആക്കിയതേ വാവാണ്. ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേക്ക്. ഇത് ആദ്യക്കുട്ടന്റെ കുഞ്ഞു കേക്ക്. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നതാണ്. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താന്ന് വിചാരിച്ച്. ഇന്നലെ ഓഫ് കിട്ടുക വേറെ കൊണ്ട്. ഒരാൾ ഫേമസ് ആയിട്ട് ഇരിക്കണുണ്ട്. നോർമൽ കാഷ്വൽ ഡ്രസ് ആയിട്ടാ, ഹോം ഡ്രസ്. അത് മതി. ഭയങ്കര കളിയാ. വാവ എന്ത് കളിക്കണേ? ട്രെയിൻ ട്രാക്ക് കളിക്കുവാണോ? കളിച്ചോ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോട്ടെ. മമ്മിയും പപ്പയും വന്നപ്പോഴേക്കും ബിരിയാണികൾ കുറെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ളത്. കാരണം ലേറ്റ് ആയല്ല, അപ്പൊ അവരായി കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ അത് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇവ 2 കേക്കാട്ടാ. ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ, ഇത് വാവയുടെ വിദ്യാരംഭത്തിന്റെ. ആ അപ്പൊ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യുക. വീഡിയോ ഓണായാ? ഓണാണോ? കട്ട് ചെയ്തോ? ഇത് കട്ട് ചെയ്യാം. ഒരു കത്തി വെക്ക്. ഈ കത്തി അവിടെ മാറ്റി വെക്ക്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അത് വാനില ഇതായിട്ട് ഓരോ ഫ്ലേവർ എടുത്താ 2 പേരെ എടുക്കാൻ. അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് അതുകൂടെ സ്പെഷ്യലി എടുത്തതാ. മുറിച്ചിട്ട് കൊടുക്ക്. നിങ്ങൾ തന്നെ തിന്നണേ. കേക്കിന് ഇപ്പൊ എല്ലാം കൊടുക്കാനുള്ളതല്ലേ? ചിരി നോക്കി എല്ലാവർക്കും കൊടുക്കണോ? അത് പതിയേച്ചി. എല്ലാവരും ഇറങ്ങും കേട്ടാ. ഞങ്ങൾ ചെറിയ ഫാമിലി ആയിട്ട് ആഘോഷിച്ച്. പപ്പയും അമ്മുമ്മയും. മമ്മി നേരത്തെ അങ്ങോട്ട് ഓടിപ്പോയി. മനു അമ്മു വൈകുന്നേരം പോകുള്ളൂ, ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് വലിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. എന്താ ഈ എന്താ പറയാ, മറ്റേ ഹയാത്തിലോ ബിൽഡിങ്ങിലോ മറ്റേ യൂമിയിലോ എവിടെയെങ്കിലൊക്കെ പോയി ഫുഡ് കഴിക്കാനൊക്കെ വലിയ പ്ലാൻ റെഡി ആയിരുന്നു. പക്ഷെ ഭയങ്കര ടയേർഡ്. 3 ദിവസമായി ഉറങ്ങിയിട്ട്. ഓഫായിരുന്നു, പക്ഷെ വയ്യാതിരുന്ന കാരണം കൊണ്ടേ പറ്റണില്ല. ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടുമില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി 2 മണിക്കൂർ ഉറങ്ങിയത്. അപ്പോൾ ഇവർ പോയിക്കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എപ്പോൾ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. മനുവിന് കുറച്ച് സമയം കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റും. ഞങ്ങൾക്ക് 2 പേർക്ക് പാവയും കൂടെ മാത്രമായിട്ട് പോകാൻ പറ്റും. പക്ഷേ അതിന് അടുത്ത ആഴ്ചത്തേക്ക് ചിലപ്പോൾ ചെയ്യും, അറിയില്ല. ഇന്ന് ക്ഷീണം ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ പുറത്തുള്ളൂ. കാരണം അവൾക്കും വയ്യ. കാരണം അത്രയും ടയർഡായി ഞങ്ങൾ. എന്ത് പറയാനാ. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ വലിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതാണ്. എവിടെയെങ്കിലും 2 ദിവസം മാറി നിന്ന് നിൽക്കാതൊക്കെ. അപ്പോഴേക്കും വാവൊക്കെ മറ്റേ തക്കാളിപ്പനി വന്ന് അത് നടന്നില്ല. ഈ പ്രാവശ്യം മിക്കവാറും പോവും രാത്രി വൈകുന്നേരം എവിടെയെങ്കിലും. പിന്നെ ഇന്നലെ
എൻ്റെ മാനേജർ സുകന്യെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ചിലപ്പോൾ കുറച്ച് നേരം ഞാൻ ലോഗിൻ ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുവാണ്. പക്ഷെ ഭയങ്കര തലവേദന, ഇത് തൊണ്ടക്ക് ഭയങ്കര സീനെന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, അവരും ഇറങ്ങി. മിക്കവാറും പോവും, ചിലപ്പോൾ പോവില്ല. ക്ഷീണമായി കഴിഞ്ഞാൽ ഉറക്കം വന്ന് നല്ല ഉറക്കം വന്നുണ്ട്. അതുമാത്രമല്ല സൗണ്ടൊക്കെ മാറി തുടങ്ങി, കാരണം നല്ല ഇതായതുകൊണ്ട്. അവളുടെയും സീനാണ് കുറച്ച്, തൊണ്ടൊക്കെ സൗണ്ടൊക്കെ മാറി തുടങ്ങി. അത് ഉറങ്ങാൻ പറ്റാണ്ട് പോയത്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഈ ഇതായിട്ടേ കുറച്ച് ക്ലീനൊക്കെ ആക്കണമായിരുന്നു. പപ്പയും മമ്മിയൊക്കെ ഒറ്റ കൊണ്ട് പണി ഭയങ്കര ക്ലീനാക്കലായിരുന്നു. ഇല്ലെങ്കിൽ അത് മാത്രമല്ല, പിന്നെ ക്ലീനാക്കണം. പിന്നെ അവൾ കുറച്ചും കൂടെ ക്ലീനാക്കൽ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ സാരിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഭാവമായിട്ട് കളിക്കുമായിരുന്നു. പിന്നെ അവനായിട്ട് ഉറങ്ങാൻ പോയി കിടന്നപ്പോഴേക്കും ഏകദേശം 12 മണി അടുത്തായി. അവൻ ഏകദേശം 11:30 ആകുമ്പോൾ കിടക്കണം. 12 മണി അടുത്തായി. അപ്പോൾ അങ്ങ് കിടന്നിറങ്ങി 2:30 ഞാൻ എണ്ണീറ്റ്. 2:30 എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും മനു ആ ടൈമിൽ തന്നെ എണ്ണീറ്റ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. 4 മണിക്ക് എൻ്റെ പിന്നെ കുളി ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങി. എല്ലായിടത്തും പോയി തിരിച്ച് കണ്ടതല്ല, ടൈം നേരത്തെ കാണിച്ചതല്ലേ. കഴിഞ്ഞ് പിന്നെ വീണ്ടും പപ്പ വന്നവരെ വെയിറ്റ് ചെയ്ത്, പപ്പ ഇവരെ വെയിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് എന്തോ പപ്പയൊക്കെ പോയി. അവരൊക്കെ ഞാൻ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അവർക്ക് നമ്പർ അറിയില്ല. ഞാൻ നമ്പർ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു കൊടുത്ത നമ്പർ അതാണെന്ന്. അപ്പോൾ ഒക്കെ എല്ലാവരും സെറ്റായെന്ന് പറഞ്ഞ് ഞാൻ പോകേണ്ടി വന്നു. ഈ അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഒച്ചെടുക്കണം എന്ന് മാത്രമല്ല കേട്ടോ, വയ്യ. നല്ല നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ കിടന്ന് ഉറങ്ങണം. ഞങ്ങൾ ഉറങ്ങിപ്പോയേട്ടാ. ടൈം എത്ര നേരം ഒന്നും ഉറങ്ങിയൊന്നും അറിയാൻ പാടില്ല. അത് നോക്കട്ടെ. 7:30 ഉറങ്ങിപ്പോയി. അപ്പൊ ഇന്നും നിൽക്കാതെ പുറത്തോട് നടക്കൂല. ഇനി പോയിട്ട് മനു ഉറങ്ങില്ലേ നീ? എത്ര നേരം ഉറങ്ങി? ആണല്ലേ. ഞാൻ 7:30 ആയപ്പോഴേക്കും എണ്ണീറ്റ് നല്ല ഉറക്കം വന്നു. ഇപ്പോഴും കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റണില്ല. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലാത്ത കാരണം കൊണ്ടേ. കൊച്ചിനൊരു വെള്ളിയുടെ അരഞ്ഞാണ് എടുത്തിട്ടാ. എൻ്റെ ഗോൾഡെല്ലാം ഊരി ഒഴിച്ച് കൊച്ചിനെല്ലാം ഒരു വെള്ളിയുടെ അരഞ്ഞാണ്. കണ്ടോ, ഇതാണ് ഏകദേശം 2400 അടുത്തായി. അപ്പൊ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഞങ്ങളെല്ലാരും ഭയങ്കര ക്ഷീണിച്ച് അപ്പത്തിന് വീണ്ടും കിടന്ന് ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ എന്തൊക്കെ കണ്ട് അപ്പത്തെ ഉറങ്ങി. ഇപ്പൊ ഞങ്ങളിതേ വീട്ടില് മമ്മിയുടെ അടുത്തോട്ട് വന്നേക്കാം. ഒരാഴ്ച നിൽക്കാനായിട്ട്, കുറച്ചാളല്ല വന്നിട്ട്. അപ്പൊ വീട്ടിൽ വന്നേക്കണതേ മനയുടെ വീട്ടിലോട്ട് വന്നേക്കുവാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അത്തച്ചമയം ഉണ്ടെങ്കിൽ വരുന്ന നെക്സ്റ്റ് വീക്ക് അത്തച്ചമയാണ്. അത്തച്ചമേന്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ എടുക്കും, കാരണം എനിക്ക് വർക്ക് ഉണ്ടെന്ന് മിക്കവാറും. അപ്പൊ എന്നാലും മനു ആയിരിക്കും എടുക്കാൻ പോകുക. അപ്പൊ അടുത്തായിട്ട് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.